ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൈബല്ല. ഇന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കിൻ കെയർ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും പിമ്പിൾസൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന എക്സ്ട്രീംലി സെൻസിറ്റീവ് ആൻഡ് ഓയിലി സ്കിന്നുകാർക്ക് എങ്ങനെ അവരുടെ സ്കിന്നെ നോർമൽ സ്കിന്നാക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ അവർക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പിമ്പിൾസൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ 20 പോയിൻറ്റ്സിൽ 10 പോയിൻറ്റ്സ് ഞാൻ ഓൾറെഡി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുക. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് കാണാം. ബാക്കി 10 പോയിൻറ്റ്സും കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി പോയിൻ്റ് നമ്പർ 11 ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു ക്ലെൻസിങ് വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുഖം ക്ലെൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ക്ലെൻസിങ് വാട്ടർ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ആ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഉറങ്ങാൻ സമയത്ത് രാത്രിയൊക്കെ ഈ ക്ലെൻസിങ് വാട്ടർ യൂസ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് വൈപ്പ് ചെയ്ത് ക്ലെൻസ് ചെയ്യുന്നവരുണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, നന്നായിട്ട് ക്ലീൻ ചെയ്യും. പക്ഷേ അത് യൂസ് ചെയ്യുന്നവർ അങ്ങനെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴുകി കളയാണ്ട് ടോണറും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഉറങ്ങുന്നവരുണ്ടാവും. ഒരിക്കലും നമ്മൾ നമ്മുടെ ക്ലെൻസിങ് വാട്ടർ മുഖത്ത് ലീവ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആക്കും. അങ്ങനെ നമുക്ക് പിമ്പിൾസൊക്കെ കൂടാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ പിമ്പിൾസും അതുപോലെ തന്നെ റിങ്കിൾസൊക്കെ നന്നായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്ലെൻസിങ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് മുഖം വൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ആ ക്ലെൻസിങ് വാട്ടർ എല്ലാം നമ്മുടെ മുഖത്തുനിന്ന് കഴുകി ഒഴിവാക്കി കളയണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കി സ്കിൻ കെയർ എല്ലാം ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് പോയിൻറ്റ് 12, നമ്മളെപ്പോഴും നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഒട്ടും ഇല്ലാത്ത ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഒരു ടോണർ, അത് കുക്കുംബറിൻ്റെ ടോണർ, അലോവേരൻ്റെ ടോണർ, അതുപോലെ തന്നെ ഗ്രീൻ ടീയുടെ ടോണർ, ഹിമാലയയുടെ തന്നെ ആൽക്കഹോൾ ഇല്ലാത്ത ടോണറുണ്ട്. അപ്പോൾ ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ടോണർ, മൈൽഡായിട്ടുള്ളൊരു ടോണർ നമ്മൾ യൂസ് ചെയ്യണം. നമ്മുടെ ഫേസ് ക്ലെൻസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. അപ്പോൾ ഈ ടോണർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ pH, നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള pH എല്ലാം ആ ബാലൻസ് കറക്റ്റാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസണ്. അടുത്തത്, നമ്മുടെ ഫേസിലുള്ള പോർസ് എല്ലാം ഓപ്പണായി കിടക്കുന്ന പോർസ് എല്ലാം ഉണ്ടാവും. ചിലർക്ക് നന്നായിട്ട് പോർസ് ഉണ്ടാവും, ലാർജ് പോർസ് ഉണ്ടാവും മുഖത്ത്. അപ്പം ആ പോർസ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. ഈ ടോണർ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പോർസ് എല്ലാം ഓപ്പണായി കിടക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കൂടുതൽ പൊടിയും ഡേർട്ടെല്ലാം കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ടോണർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പക്ഷേ ടോണർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മൈൽഡായിട്ടുള്ള ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ആൽക്കഹോൾ ഫ്രീ ആണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മളിത് ഫേസിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പം അല്ലെങ്കിൽ വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോവില്ല. ആൽക്കഹോൾ ഫ്രീ ആണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് പതുക്കെ അത് ഉണങ്ങിപ്പോവുള്ളൂ. അതല്ല ആൽക്കഹോൾ ഉള്ള ടോണറാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫേസിലേക്ക് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നും, പക്ഷേ അത് സ്കിന്നിന് ദോഷമാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് വാങ്ങുമ്പോൾ എപ്പോഴും മൈൽഡായിട്ടുള്ള ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ടോണർ വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പോയിൻ്റ് ഈസ്, ഡു നോട്ട് യൂസ് റോസ് വാട്ടർ ആസ് യുവർ ടോണർ ഇഫ് ഇറ്റ് ഡ്രൈസ് ഔട്ട് യുവർ സ്കിൻ. അതായത് നമ്മളിപ്പം റോസ് വാട്ടർ ടോണറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക്, സാധാരണ യൂസ് ചെയ്ത് കുഴപ്പമില്ല എന്നുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളത് യൂസ് ചെയ്ത് നോക്കുമ്പം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക്, ഈവൻ അവരുടെ സ്കിന്ന് ഓയിലി ആണെങ്കിലും, ഈ ഡയറക്റ്റായിട്ട് നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്യുമ്പം സ്കിന്നൊന്നും കൂടെ പെട്ടെന്ന് ഡ്രൈ ആക്കും. അപ്പോൾ നമുക്കിങ്ങനെ ചിരിക്കാനൊന്നും കഴിയാത്ത രീതിയിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ, സ്കിന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരു വലിവ് ഇങ്ങനെ ഫീൽ ചെയ്യും. നമ്മൾ പെട്ടെന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ ടോണറായിട്ട് യൂസ് ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ അത് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അത് മൈൽഡാക്കിയതിന് ശേഷം യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ സ്കിന്ന് ഡ്രൈ ആക്കാത്ത നല്ല വേറെ ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ടോണർ യൂസ് ചെയ്യായിരിക്കും നല്ലത്. പോയിൻ്റ് നമ്പർ 14, നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എപ്പോഴും നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ മോയ്സ്ചറൈസർ എന്തായാലും നമ്മുടെ സ്കിന്നിന് മസ്റ്റാണ്. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സിറമോ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവർ അതൊക്കെ ആ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ആയി പോകുന്ന
മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതിപ്പോൾ സപ്പോസ് നിവ്യൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ നിവ്യയുടെ ആ ബ്ലൂ കളർ ഡബ്ബ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി തിക്കായിട്ടുള്ള ഒരു ക്രീമാണ് അതിനകത്ത് കിട്ടുക. അപ്പോൾ അങ്ങനത്തെ മോയ്സ്ചറൈസറൊന്നും ഒരിക്കലും നമ്മുടെ സ്കിന്നിന് അത്ര ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര നല്ലതല്ല. അത്ര തിക്കായിട്ടുള്ളത് യൂസ് ചെയ്യാതിരിക്കുക. എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നിവ്യയുടെ നിവ്യ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതൊക്കെ അതുപോലെ കുഞ്ഞു കുഞ്ഞു ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഏതെങ്കിലും നല്ല ഓയിലി സ്കിന്നുള്ളവർ ഏതെങ്കിലും ഒരു ഓയിൽ ബേസ്ഡ് ക്രീം യൂസ് ചെയ്തിട്ട് നമുക്ക് പിമ്പിൾസ് കൂടുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അതിൽ ഓയിൽ യൂസ് ചെയ്തത് കൊണ്ടല്ല അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ ഏതാണെന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു പെർട്ടിക്കുലർ ഓയിൽ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഓൾറെഡി സ്യൂട്ട് ചെയ്യുന്ന ഓയിൽ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന ഓയിൽസാണ് ഈ ഒരു ക്രീമിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ അല്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു ബേബി ക്രീം, നല്ലൊരു ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒരു ബേബി ക്രീം മോയ്സ്ചറൈസറായിട്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. എത്ര സെൻസിറ്റീവ് സ്കിന്നുകാർക്കും അത് ബേബി സ്കിന്നിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ളതായതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് മോയ്സ്ചറൈസറായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്ത ഏതെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അലോവേര സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു അലോവേര ജെല്ല് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഒരിക്കലും നമ്മൾ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കുകയേ ചെയ്യരുത്. എപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ടോണർ, നെക്സ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ, ഇങ്ങനെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ സിറമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്, മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്താലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. പോയിന്റ് നമ്പർ 15, മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു യൂത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. സ്കൂളിൽ കോളേജിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ ഫൗണ്ടേഷനും മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പതുക്കെ അത് കുറച്ച് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭവിഷ്യത്തൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും അതൊക്കെ ഇങ്ങനെ കുറച്ച് അത് ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫൗണ്ടേഷനോ അല്ലെങ്കിൽ BB ക്രീം, CC ക്രീം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മേക്കപ്പ് വാങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ വാട്ടർ പ്രൂഫ്, സ്വെറ്റ് പ്രൂഫ്, അതുപോലെ മാറ്റ് ഫിനിഷ് എന്നൊക്കെ എഴുതിയ മേക്കപ്പ് കൂടുതലും വാങ്ങാതിരിക്കുക. നമ്മളെപ്പോഴും അങ്ങനെയുള്ള മേക്കപ്പ് സെറ്റും അങ്ങനെയുള്ള ഫൗണ്ടേഷനും ഐലൈനറും ഒക്കെയാണ് വാങ്ങാൻ ശ്രദ്ധിക്കുക. പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ മാറ്റാക്കുക, കൂടുതൽ ഓയിലി ആക്കുകയാണ് ചെയ്യുക. നമ്മുടെ സ്കിന്ന് കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ സ്കിന്ന് നമ്മൾ പുറമേ നിന്ന് മാറ്റ് ഫിനിഷ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് സ്വയമേ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സിബം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് കൂടുതൽ ദോഷമാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ അഥവാ മേക്കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതുപോലുള്ള മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള, സ്വെറ്റ് പ്രൂഫ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മേക്കപ്പൊക്കെ നമ്മൾ വാങ്ങാതിരിക്കുക. അതല്ലാതെ തന്നെ നമ്മളിപ്പം ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഫൗണ്ടേഷന് വളരെ കുറച്ചെടുത്തിട്ട് അതിൽ നമ്മൾക്ക് സ്യൂട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓയിലി സ്കിന്നുകാരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ, ഓയിൽ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന ഓയിൽ ഏതാണോ, ചിലപ്പം ജോജോബ ഓയിലായിരിക്കാം, അല്ലെങ്കിൽ റോസിപ്പ് ഓയിലായിരിക്കാം, അങ്ങനെ തമാനു ഓയിൽ, അങ്ങനെ ഒരുപാട് ഓയിൽസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഓയിൽ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന ഓയിൽ, ഒന്നുമില്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ സ്യൂട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഈ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തിട്ട്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് അതിൽ ഒരൊറ്റ ഡ്രോപ്പ് ഓയിൽ മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഫിംഗർ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരം സ്വെറ്റ് ചെയ്യാതെ നമ്മുടെ സ്കിന്നിൽ ആ ഫൗണ്ടേഷന് നല്ല ഒരു ഫിനിഷിൽ നിൽക്കും. ഇങ്ങനെ പാച്ചായി നിൽക്കുകയൊന്നുമില്ല, പെട്ടെന്ന് സ്വെറ്റായി പോവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസാണ് അതെല്ലാം. 16th പോയിന്റ് ഈസ് നെവർ സ്ലീപ്പ് വിത്ത് യുവർ മേക്കപ്പ് ഓൺ. ഒരിക്കലും എത്ര നമ്മൾ ടയേർഡാണെന്ന് പറഞ്ഞാലും, എത്ര തിരക്ക് ആണെന്ന് പറഞ്ഞാലും, നമ്മൾ ഒരിക്കലും നമ്മുടെ മുഖത്ത് മേക്കപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മേക്കപ്പ് മുഖത്ത് വെച്ചുകൊണ്ട് ഒരിക്കലും ഉറങ്ങരുത്.
അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ 1-2 ദിവസമൊക്കെ നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ശരിക്കും നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും. നമ്മുടെ സ്കിന്നിന് ഒരിക്കലും വേണ്ടാത്ത സാധനങ്ങളാണ് ഈ മേക്കപ്പ്. അപ്പോൾ ഈ മേക്കപ്പ് നമ്മൾ ഫേസിൽ ഒരിക്കലും ഇട്ടിട്ട് ഉറങ്ങരുത്. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്ത് നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എല്ലാം അപ്ലൈ ചെയ്ത് മോയ്സ്ചറൈസറും ടോണറും മോയ്സ്ചറൈസറും എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. 17ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ പില്ലോ കവർ ഒന്ന് മാറ്റിയിട്ട് നമ്മളൊരു സിൽക്ക് പില്ലോ കവർ ഇട്ട് നോക്കും. അങ്ങനെ കുറച്ച് കാലം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും എന്താണ് അതിൻ്റെ ഡിഫറൻസ്, നമ്മുടെ സ്കിന്നിന് എന്ത് ഡിഫറൻസ് ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നമ്മളെല്ലാം സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പം ഒത്തിരി റഫായിട്ടുള്ള പില്ലോ കവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിലുള്ള അപ്ലൈ ചെയ്ത സംഗതികളൊക്കെ അതിനകത്തങ്ങ് പോവും. അപ്പോൾ നമ്മൾ സിൽക്ക് പില്ലോ കവർ ആണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണല്ലോ, നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ടിഷ്യൂസാണ് ഫേസിലുള്ളത്. അപ്പോൾ ഈ ഫേസിന് നല്ല ഒരു സോഫ്റ്റ് ടച്ച്, ഒരു സോഫ്റ്റ് ഹഗ് കിട്ടുന്നത് സിൽക്ക് ക്ലോത്താണ്. അപ്പോൾ നമ്മൾ സിൽക്ക് ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു പില്ലോ കവർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പോയിൻ്റ് നമ്പർ 18, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. എല്ലാവരും പറയുന്നതാണ്, എല്ലാ സ്കിൻ കെയർ വീഡിയോസിലും എല്ലാവരും പറയുന്നതാണ് നിർബന്ധമായിട്ടും നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത്. വെള്ളം കുടിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ വേസ്റ്റും നന്നായിട്ട് നമ്മൾ മൂത്രമൊഴിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർത്തിട്ടാണെങ്കിലും മൂത്രമൊഴിച്ചിട്ടാണെങ്കിലൊക്കെ പോയിട്ട് നമ്മുടെ സ്കിന്ന് ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാം. അപ്പോൾ വെള്ളം കുടിക്കുന്നത് പലരും പറയും ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കുക, ഇത്ര ലിറ്റർ വെള്ളം കുടിക്കുക എന്നൊക്കെ. അതൊന്നും എല്ലാവർക്കും പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. കാരണം എൻ്റെ ഒരു പ്രാക്ടിക്കൽ അനുഭവം വെച്ചിട്ട് പറയുകയാണ്, ഇത്ര വെള്ളം കുടിക്കണം അത്ര വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കഴിയൂല, അത്രയും കുടിക്കാനൊന്നും കഴിയാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഓരോരുത്തർക്കും നമ്മുടെ ബോഡിക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര മാക്സിമം വെള്ളം നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. നെക്സ്റ്റ്, ഈറ്റ് ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജീസ്. നമ്മൾ നമ്മുടെ ആഹാരം കഴിക്കുമ്പോൾ അതിൽ ഒത്തിരി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. കുക്കുംബർ, ക്യാരറ്റ്, അതുപോലെ ആപ്പിൾ, ഓറഞ്ച്, ബനാന, അങ്ങനെയുള്ള ഒത്തിരി ഫ്രൂട്ട്സ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസിൽ ലീവ്സ് എല്ലാം നമ്മൾ നന്നായിട്ട് കഴിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യുമ്പം നമുക്ക് നല്ല സ്കിന്നിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും. നമ്മൾ സാലഡായിട്ടൊക്കെ നന്നായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് പോയിൻ്റ് നമ്പർ 20 ആണ്, ലാസ്റ്റ് പോയിൻ്റാണ്. റെഡ്യൂസ് ഷുഗർ കൺസംഷൻ. ഷുഗർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ചായയിലാവാം, അല്ലെങ്കിൽ ജ്യൂസിലാവാം, അല്ലെങ്കിൽ എന്തും ആവാം. ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഫുഡാണെങ്കിലും അതിലെല്ലാം നമുക്ക് ഷുഗർ കിട്ടും. അപ്പോൾ ഈ ഷുഗറുള്ള ഫുഡുകളെല്ലാം, ഷുഗർ കൺസംഷൻ എപ്പോഴും നമ്മൾ കുറയ്ക്കുക. സ്വീറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ 20 ടിപ്സ് ജസ്റ്റ് ഒരു മാസത്തേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്കത് സത്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ പിന്നെ ആരെങ്കിലും ഒരാളിത് കാണുവാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു പ്രൂഫായിട്ട് അതവിടെ വായിച്ചു കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാനൊരു മോട്ടിവേഷൻ ആവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ കഴിയുന്ന അത്ര മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന ഫേസ് വാഷിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫേസ് വാഷ് പൗഡറാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഫേസ് വാഷ് പൗഡർ അതിൻ്റെ ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ കാലം, എത്ര കാലം വേണമെങ്കിലും നമ്മളത് നനക്കാതെ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഈ പൊടി നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഹോസ്റ്റലേഴ്സിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്നവർക്കൊക്കെ നല്ല സുഖമായിട്ട് ക്യാരി ചെയ്യാൻ പറ്റിയ, കൊണ്ട് നടക്കാൻ പറ്റിയൊരു സംഭവമാണിത്. അപ്പോൾ ഇത് നമുക്ക് എത്ര ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേസായിട്ട് ആകെ ഒരു 1-2 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ബേസായിട്ടുള്ള പൗഡർ ഉണ്ടാക്കാം. പിന്നെ പതുക്കെ ഓരോ പൗഡേഴ്സ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ ഇത്രയും ക്ഷമയോടെ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.